ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ കുറച്ച് ഡിലേ ആണ് ഈ വീഡിയോ എടുക്കാൻ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളുടെ ദളപതി പുതിയൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്, തമിഴക വെട്രിക്കഴകം. ഒരു മിനിറ്റ്, പ്ലാൻ തമിഴക വെട്രിക്കഴകം. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ഫ്ലാഗ് ആന്തം വന്നിട്ടുണ്ട്. ഫ്ലാഗ് ചെയ്തിരുന്നു, അതിൻ്റെ പാർട്ടിയുടെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ അതിനകത്ത് ഞാൻ പാർട്ടി ബേസ് ഒന്നും പറയുന്നില്ല, പക്ഷേ അതിനൊരു ആന്തം വന്നിട്ടുണ്ട്, ഫ്ലാഗ് ആന്തം എന്ന് പറഞ്ഞിട്ട്, തമിഴക വെട്രിക്കഴകം ഫ്ലാഗ് ആന്തം. അദ്ദേഹത്തിൻ്റെ ഫ്ലാഗ് എന്തൊക്കെ മീൻ ചെയ്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ഇത്. ചെയ്തിരിക്കുന്നത് തമനാണ്. റിലീസിസ്റ്റ് എന്ന് പറയുന്നത് വിവേക്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പല വിജയ് മൂവിയിലും പാട്ടിന് റിലീസ് ചെയ്ത വിവേകാണ്. തമിഴ് ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കളയാം. രണ്ടാന കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. രണ്ടാന. സത്യം പറഞ്ഞാൽ നമ്മളെ മൂവിയിൽ ഈ പാട്ട് കേൾക്കില്ലേ, അതേപോലെയാണ് തുടക്കം. കാള. നമ്മളാ തമിഴ് പടത്തിൻ്റെ ഒരു പടത്തിലെ സോങ് പോയതുണ്ട്. സത്യം പിന്നെ പറയാം. ഒരു പ്രാവശ്യം തോളിൽ വെച്ചാൽ മതി.
തമിഴ്നാടിൻ്റെ ഫുൾ മാപ്പാണ്, കൊള്ളാം, ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട്. തമിഴക വെട്രിക്കഴകം. സോ ഇതാണ് സത്യം പറഞ്ഞാൽ ഇതേപോലൊരു പാട്ട്. ഞാൻ ഒരു റിക്വസ്റ്റാണ്, വെങ്കട് പ്രഭു കാണുവാണെങ്കിൽ ഇതേപോലൊരു പാട്ട് ആ 69 എന്തെങ്കിലും ബേസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഇങ്ങനെ ഒരു കുത്ത് സോങ്. സത്യം പറഞ്ഞാൽ വന്ന സോങ്ങിൽ ഒന്നിലും, എന്നാലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ 69 പാട്ട് കിട്ടാത്ത തന്നെ കുറവ് ഇതിൽ തീർക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ സോങ്ങിൽ എല്ലാം കുറേ പൊളിറ്റിക്കൽ ബേസ് ചെയ്തിട്ടുള്ള, കാരണം ഞാൻ കേരളത്തിലാണ്, സോ അതിൻ്റെ കൂടുതൽ എനിക്കറിയില്ല അവിടുത്തെ പൊളിറ്റിക്കൽ ബേസിങ്. സോ അവിടുത്തെ ഇതിൽ ബേസ് ഇവിടെ വേറൊരു പൊളിറ്റിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അതൊരു കോർട്ടിൽ നടക്കുന്നതാണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഇട്ടേക്കാം. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ 69 അത് വേറെ, അത് ലാസ്റ്റ് പടം അത് വേറെ. ഗോട്ടിൽ ഇതേപോലെയാണ്, ഗോട്ടിൻ്റെ അപ്ഡേറ്റ് പോലെയാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ ഓക്കെ, നമ്മുടെ വിജയ് സാറിൻ്റെ അടുത്ത ലാസ്റ്റ് പടം എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിലോട്ട് കയറുകയാണ്. സോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും മനസ്സിന് നല്ല വേദനയുണ്ട്. ഇനി സിനിമയെ കാണുന്നത് നേരിൽ കാണാമെന്ന് പറഞ്ഞൊരു സന്തോഷം ഉണ്ടെങ്കിലും മനസ്സിൽ ചെറിയൊരു വേദന ഉണ്ട്. അതൊരു ഫാനായ ഒരാൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ കാണുന്ന ഒരു ഫാൻ ആവാനാണ് സാധ്യത. സോ നമ്മൾ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സിനിമയിലല്ല, നേരിട്ട് കാണാം. പക്ഷേ തമിഴ്നാട്ടിലുള്ളവർക്ക് നേരിട്ട് കാണാം എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന തന്നെ പാടാണ്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഈ ബോർഡറിലായതുകൊണ്ട് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും വരുന്നെന്ന് പറഞ്ഞ് പോയി കാണാം എന്ന് വിചാരിക്കുന്നു. ബട്ട് സോ നമ്മളുടെ വിജയ് സാറിനും തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ 2026. വരുന്ന എല്ലാ ഇലക്ഷനിലും നല്ലപോലെ വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.